ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തയ്യാറാക്കുന്നത് പനിവരക് മില്ലറ്റ് കൊണ്ടാണ്. ധാരാളം ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണ് പനിവരക്. ഈ മില്ലറ്റിൽ കാൽസ്യം ധാരാളം ഉള്ളതിനാൽ തന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണിത്. മാത്രമല്ല, ത്വക്കിലുണ്ടാകുന്ന ചെറിയ ചുളിവുകൾ ഇല്ലാതാക്കി പ്രായക്കുറവ് വരുത്താൻ സഹായിക്കും. കരളിൽ കല്ലുണ്ടാകുന്നതിനെ തടയുന്നു. അതേപോലെ കുടലിലുണ്ടാകുന്ന രോഗങ്ങളെ ഭേദമാക്കാൻ ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ നല്ല ഗുണമുള്ള ഒരു മില്ലറ്റാണ് പനിവരക് മില്ലറ്റ്. ഈ മില്ലറ്റ് ഒരു അരക്കപ്പ് മില്ലറ്റ് 3-4 പ്രാവശ്യം കഴുകി 3-4 മണിക്കൂർ ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ കുതിർത്ത് വെച്ച വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് മില്ലറ്റ് കഴുകി ഇട്ട് കൊടുത്തതിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് 5-6 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ ഇത് നല്ലപോലെ വെന്ത് കിട്ടും. നല്ലപോലെ വേവാൻ വേണ്ടിയാണ് 5-6 വിസിൽ വെച്ച് കൊടുക്കുന്നത്. ഒരു 6 വിസിൽ വന്ന് ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്നു. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവും പാൽ ചേർത്താലും മതി, ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത്, ഇത് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗറിലുള്ളവരാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കണ്ട. മിൽക്ക് മെയ്ഡ് ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇതൊന്ന് തിളച്ച് വരുമ്പം ഇതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഷുഗർ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ വേണ്ടി ഇതുപോലെ മധുരം എടുത്ത് വെക്കാം. കുട്ടികൾക്കെല്ലാം കൊടുക്കാനും മധുരം വേണ്ടവർക്കും ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി ഒന്ന് അലിയിച്ചെടുക്കുക. ഇത് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് മുഴുവനായി ഈ പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നത്. കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് ശർക്കരപ്പാനിയാക്കി ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡും ചേർത്ത് ഒന്ന് തിളച്ച് വരണം. ഇനി ഇത് വാങ്ങി വെച്ച് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും, കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിന് ശേഷം മുന്തിരി ഇട്ട് കൊടുക്കണം. മുന്തിരി കഴുകാതെ ഉപയോഗിക്കാൻ പാടില്ല, അതിൽ അഴുക്കുണ്ടാകും. മുന്തിരി ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് മൂത്ത് വരണം. മുന്തിരിയെല്ലാം ഒന്ന് നല്ലപോലെ പൊങ്ങി വരും. അണ്ടിപ്പരിപ്പിൻ്റെ കളറും ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് കുറച്ച് എള്ളും കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, എള്ളും കരിഞ്ജീരകവും. ഇനി ഒരു 10 ചെറിയ പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്കിട്ട് ഈ നെയ്യിൽ അതും കൂടെ മൂപ്പിച്ചെടുക്കണം. നെയ്യിൽ ഈ ചെറിയ പഴം ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു മണം വരും. ഇനി ഇത് 2ലേക്കായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല പലഹാരമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറുമായിട്ട് കഴിക്കാൻ പറ്റിയ പലഹാരം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അധികം എണ്ണയോ മസാലയോ എരിവോ ഒന്നും ചേർക്കാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. ഷുഗറും കൊളസ്ട്രോളും പ്രഷറെല്ലാം ഉള്ളവർക്ക് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ്. എൻ്റെ ചാനലിൽ മില്ലറ്റ് കൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, എല്ലാവർക്കും ഉപകാരപ്പെടും.
സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചൺ ചാനൽ കയറി നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇടയിൽ ഓരോന്ന് കടിക്കും, പഴവും എല്ലാം കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.